ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നിവയുടെ ചക്രത്തിൽ കണ്ണടയ്ക്കാതെ ഇരിക്കുന്ന ആ സർവീശ്വരൻ സൂര്യഭഗവാനായി പരമാണുവിൽ തുടങ്ങി സംവത്സരത്തിൽ അവസാനിക്കുന്ന ഗതിയാൽ ഈ ജഗത്തിനെ വലം വയ്ക്കുന്നു. അല്ലയോ വിതുരരെ, ഇങ്ങനെയുള്ള കാലത്തെ സംവത്സരം അഥവാ സൗരവർഷം, പരിവത്സരം അഥവാ ബൃഹസ്പതി വർഷം, ഇടാവത്സരം അഥവാ സാവനവർഷം, അനുവത്സരം അഥവാ ചന്ദ്രവർഷം, നക്ഷത്രവർഷം തുടങ്ങിയ ഗണനകൾ കൊണ്ട് പറയുന്നുണ്ട്. അല്ലയോ വിതുരരെ, വിവിധങ്ങളായ ഭൂതങ്ങളുടെ രൂപത്തിൽ യാതൊരുവൻ കാലമെന്നു പേരുള്ള തൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടികളുടെ ഉള്ളിലുള്ള വീര്യത്തെ വിവിധ രൂപത്തിൽ അതാത് കാര്യങ്ങൾക്ക് വേണ്ടി ഉണർത്തി യാഗങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളെ വിതരണം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ മോഹനിവൃത്തിക്കായി ആകാശത്തിൽ പരിക്രമണം ചെയ്യുന്നുവോ, 5 വിധത്തിലുള്ള വത്സരങ്ങളുടെയും ഊർജമായിരിക്കുന്ന ആ ഭഗവാനിൽ എല്ലാവിധ കർമ്മങ്ങളും സമർപ്പിക്കുക. വിതുരർ പറഞ്ഞു, അങ്ങ് പിതൃക്കൾ, ദേവകൾ, മനുഷ്യർ എന്നിവരുടെ പരമാവധി ആയുസ് ഇത്രയെന്ന് പറഞ്ഞു തന്നു. ഈ ത്രിലോകത്തിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ ഇതിനു പുറത്ത് ഏതൊക്കെ ജ്ഞാനികൾ ഉണ്ടായേക്കുമോ അവരുടെ ജീവിതഗതിയെപ്പറ്റി ഇനി എനിക്ക് പറഞ്ഞു തന്നാലും. സർവജ്ഞനായ അങ്ങ് കാലാത്മാവായ ഈശ്വരൻ്റെ തത്വത്തെ തീർച്ചയായും അറിയുന്നു. സ്ഥിരപ്രജ്ഞന്മാരായവർ യോഗം കൊണ്ട് സിദ്ധിച്ച കണ്ണുകൾ കൊണ്ട് സർവം കണ്ടറിയുന്നുണ്ടല്ലോ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെ 4 യുഗങ്ങൾ ദേവമായ 12 സഹസ്ര വർഷങ്ങൾ കൊണ്ട് നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. 4ഉം 3ഉം 2ഉം 1ഉം ആയിരങ്ങളാലും അവയുടെ ഇരട്ടി 100കളാലും കൃതം തുടങ്ങിയ യുഗങ്ങളുടെ ക്രമമനുസരിച്ച് കണക്കാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അഥവാ 360 മനുഷ്യവർഷം കൂടുന്നത് ഒരു ദേവവർഷം അഥവാ ദിവ്യവർഷം എന്ന് കണക്കാക്കുന്നു. കൃതയുഗം 4800 ദിവ്യവർഷം അഥവാ 1,78,000 മനുഷ്യവർഷമാണ്. ത്രേതായുഗം 3600 ദിവ്യവർഷം അഥവാ 1,290,000 മനുഷ്യവർഷമാണ്. ദ്വാപരയുഗം 2400 ദിവ്യവർഷം അഥവാ 864,000 മനുഷ്യവർഷമാണ്. കലിയുഗം എന്നത് 1200 ദിവ്യവർഷം അഥവാ 432,000 മനുഷ്യവർഷമാണ്. ഇങ്ങനെ 4 ചതുർയുഗങ്ങൾ എന്നത് 12,000 ദിവ്യവർഷങ്ങൾ അഥവാ 4,320,000 മനുഷ്യവർഷമാണ്. 100 സംഖ്യകളുള്ള യുഗസന്ധ്യകളുടെ അംശങ്ങൾക്കിടയിൽ യാതൊരു കാലമുണ്ടോ അതിനെ മാത്രമേ യുഗമായിട്ട് അതിൽ അറിവുള്ള ജ്ഞാനികൾ പറയുന്നുള്ളൂ. ആ കാലത്തിലാണ് ധർമാനുഷ്ഠാനങ്ങൾ അഥവാ വേദത്തിൽ പ്രതിപാദിച്ച ധർമ്മങ്ങൾ വിധിച്ചിട്ടുള്ളത്. യുഗങ്ങളുടെ കാലഗണനയിൽ 100 സംഖ്യകൾ എന്ന് പറഞ്ഞ കാലം ഓരോ യുഗത്തിൻ്റെ അവസാനത്തേതും മറ്റൊരു യുഗത്തിൻ്റെ തുടക്കത്തിനും ഇടയ്ക്കുള്ള കാലമാണ് യുഗസന്ധ്യകളുടെ അംശങ്ങൾ. അതായത് കൃതയുഗം 4800 എന്ന് പറഞ്ഞതിൽ 800 വർഷങ്ങൾ യുഗസന്ധ്യകളാണ്. ഇതുപോലെ മറ്റുള്ള യുഗങ്ങളിലും 1000-ന് ശേഷമുള്ള 100 വരുന്ന വർഷങ്ങൾ യുഗസന്ധ്യകളായി മനസ്സിലാക്കുക. അതിനെ ശിഷ്ടം ചെയ്തു വരുന്ന 2000 വർഷങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ചതുർയുഗം 12,000 ദിവ്യവർഷമാകുന്നത്. കൃതയുഗത്തിൽ 4 പാദങ്ങളോടും കൂടി പൂർണ്ണമായ ധർമ്മം അഥവാ തപസ്, ശൗചം, ദയ, സത്യം എന്നിവയാണ് 4 ധർമ്മപാദങ്ങൾ. പിന്നീട് വരുന്ന യുഗങ്ങളിൽ അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ട് കുറഞ്ഞു വരുന്നു. വിതുരരെ, 1000 ചതുർയുഗം എന്നത് ബ്രഹ്മലോകത്തിൽ ഒരു പകലാണ്. അത്രയും തന്നെ ഒരു രാത്രിയുമായി കണക്കാക്കുക. ആ രാത്രിയിൽ ബ്രഹ്മാവ് കണ്ണടച്ച് ഉറങ്ങുന്നു.